ഹലോ ഗേസ് ടിക്കിടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചൂരമീൻ കറിയാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചൂരമീൻ കറിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ 1 കിലോ ചൂര മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 15 ചെറിയുള്ളി പൊളിച്ചത്, 2 തക്കാളി, പിന്നെ 4 പച്ചമുളക് നടുകെ കീറിയത്, അതുപോലെ തന്നെ 5 വെളുത്തുള്ളിയുടെ അല്ലി, അതുപോലെ തന്നെ ഒരു ഇഞ്ചിയുടെ ഹാഫ് ഭാഗം. അങ്ങനെ ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോവാം. അങ്ങനെ സ്റ്റൗ ഒക്കെ കത്തിച്ചു, പാത്രമൊക്കെ അടുപ്പത്ത് വെച്ചു. പാത്രമൊക്കെ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി മൊത്തം നമുക്ക് അതിൻ്റെ തൊട്ടിടാം. അതിനുശേഷം ചെറിയ ഉള്ളി നല്ല പോലെ വഴറ്റിയെടുക്കുക. നല്ല പോലെ മൂപ്പിച്ചതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് വെപ്രാളപ്പെടലോ ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാവകാശം സമയമെടുത്ത് നമ്മൾ ചെയ്താൽ മതി. അന്നേരം വേണ്ട നമ്മൾ അതിൻ്റെ ചെറിയ ഉള്ളിയൊക്കെ തന്നെ നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പം വേണ്ട പച്ചമുളകും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കരിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി നമുക്ക് എടുക്കാം. ഇപ്പോൾ വേണ്ട എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതുകൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കാം കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ പേസ്റ്റ് രൂപത്തിലുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുമ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കിയില്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം അത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ബാലൻസ് ഉള്ള തക്കാളി 2 തക്കാളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം എല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇപ്പം വേണ്ട നമ്മുടെ തക്കാളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാ ഐറ്റംസും ഉണ്ട് നല്ലപോലെ വഴറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്ന തോട്ടുപുളി മാത്രം ഇട്ട് കൊടുക്കുക. വെള്ളം ഇപ്പോൾ ഒഴിക്കേണ്ട. തോട്ടുപുളി ഇട്ട് കൊടുത്തതിന് ശേഷം അതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് വഴറ്റുക. ഇപ്പം വേണ്ട ഇതെല്ലാം കൂടെ നല്ലപോലെ വഴണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ആദ്യമേ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയാണെങ്കിൽ 2.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയാണെങ്കിൽ വീട്ടിൽ പൊടിപ്പിച്ച മുളക് പൊടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കൂടുതൽ ഇട്ടോ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയാണെങ്കിൽ 2 ടീസ്പൂണ് മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുരുമുളക് പൊടി ഒരു 1.5 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് ഇത് വീട്ടിൽ റെഡിയാക്കിയ കുരുമുളക് പൊടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എരിവൊക്കെ കാണും. അതിനുശേഷം നമ്മൾ ഗരം മസാല ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇത്ര ഇട്ടതിന് ശേഷം ഇത് നമ്മൾ ആ ഒരു പച്ചച്ചൊവ മാറുന്നത് വരെ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി റെഡിയാക്കണം കേട്ടോ. ആ പച്ചച്ചൊവ പോകാൻ വേണം. നല്ലപോലെ ഒന്ന് പൊടി ഐറ്റംസ് എല്ലാം കൂടെ കരിഞ്ഞു പോകല്ല. അത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനൊക്കെ ഉണ്ട്. അങ്ങനെ അത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇപ്പം വേണ്ടത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവാപ്പൊടിയാണ് കേട്ടോ. ഉലുവ നമ്മൾ കടുവ് വറക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉലുവയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്തായാലും ഞാൻ അന്നേരം അത് ചെയ്തില്ല. പൊടിയാണ് വീട്ടിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊടി വേണ്ട നമ്മൾ ഉലുവാപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പൊടി ഐറ്റംസ് എല്ലാം കൂടെ ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് ചൂടാക്കണം കേട്ടോ. അതിനുശേഷം തന്നെ നമുക്ക് നേരത്തെ നമ്മൾ പുളി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുളിവെള്ളം കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ആ പുളിവെള്ളം കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മസാല ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പം നേരം നമ്മുടെ മസാല തന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മസാല ആയിട്ടുണ്ട്. ഇനിയും നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കണം. അങ്ങനെ നമ്മളത് കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഒന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെക്കാം. അപ്പോഴത്തേക്കിനത് തിളച്ച് നല്ല സെറ്റാവും. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എന്തായാലും ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ മസാല നോക്കി നല്ലപോലെ തിളച്ച് മറിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. ഞാൻ ഇന്നലെ ഒരു മീൻകറിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കേരക്കറിയുടെ. അതിനകത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളം മാത്രമേ നമ്മൾ അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാവൂ. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ചാറ് കൂടുതൽ വേണ്ടവർക്കും കുറവ് വേണ്ടവർക്കും അവരവരുടെ ഇഷ്ടാനുസരണം വെള്ളം കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ബാക്കി നമുക്ക് ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിനി കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് മീനും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം.
അങ്ങനെ വേണ്ട നല്ലപോലെ ഇളക്കി കഴിഞ്ഞ ശേഷം ഇനിയും ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് അടപ്പൊന്ന് മാറ്റി നോക്കാം. അതേണ്ട ചാറൊക്കെ തന്നെ നല്ലപോലെ തിളച്ച് മറിഞ്ഞ് ഇവിടെ കിടക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ വേണ്ട മീനും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്തോട്ടിട്ട് റെഡിയാക്കി കൊടുക്കാം. അതിൻ്റെ ആവശ്യത്തിന് ചാറും എല്ലാം നല്ല പരുവായിട്ട് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ വേണ്ട നമ്മൾ വേണ്ട മീനെല്ലാം ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്കിനി ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് ചാറ് ആ മീനെ പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് ഇളക്കിയ ചാറിൻ്റെ തൊട്ടൊന്ന് മുക്കി വെച്ച് കൊടുക്കാം ഒന്ന്. അന്നേരം ഓവർ ചാറോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കഷ്ണം കറക്റ്റായിട്ട് മുങ്ങിക്കിടക്കാവുന്ന രീതിയിലുള്ള ചാറും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അധികം വെള്ളമോ കാര്യങ്ങളൊന്നും ഞാൻ ഒഴിച്ചില്ലായിരുന്നു. ഇനി നമുക്ക് എന്തായാലും ഒരു 15 മിനിറ്റ് നമുക്ക് എന്തായാലും അടച്ചു വെക്കാവുന്ന കേട്ടോ. നല്ലപോലെ മീൻ ഇരുന്ന് വേവട്ടെ എന്തായാലും. ഇപ്പം തന്നെ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഓപ്പൺ ആക്കി നോക്കാം. അന്നേരം തന്നെ നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട്, നല്ല കിട്ടുമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് കുറച്ച് നേരം ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, എന്നാലും ഒരു 5 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അന്നേരം തന്നെ ഇനി നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണം അതുപോലെ മസാലയും ഗ്രേവി എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കരിയാപ്പിലോട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ ഒരു പഴിക്ക് വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ചിരുന്നത് മതി. ആ കരിയാപ്പിലൊന്ന് സെറ്റ് ആവാനെ കൊണ്ടാണ്. അന്നേരം തന്നെ നമ്മൾ ഓപ്പൺ ആക്കി നോക്കാം. നമ്മുടെ കറി തേണ്ട ഇവിടെ അടിപൊളി റെഡി ആയിട്ടുണ്ട്. ഒന്നും പറയാനില്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഡിഷാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അന്നേരം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.